ഹലോ, ഇറ്റ്സ് കാവ്യ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കില്ലേ, ഇതാരാണിത്? പുതിയൊരാളാണല്ലോ, ഇതുവരെ യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല, ഇൻസ്റ്റഗ്രാമിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല, ഇതാരാണിത് എന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? ഇതെന്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾ ഇത് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണെന്ന് അല്ല, എങ്കിലും ഒരു ഫസ്റ്റ് വീഡിയോ ഇടുന്നതിന് മുമ്പ് ചാനലിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചു. എൻ്റെ ചാനലിൻ്റെ പേര് ടോക്ക് വിത്ത് കാവ്യ എന്നാണ്. അതായത് പേര് പോലെ തന്നെ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം, എനിക്ക് നിങ്ങളോടും സംസാരിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ. ഈ ചാനൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിലെ മെയിൻ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. എങ്കിലും എൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉറക്കിക്കിടത്തിയ കുറേ ഡ്രീംസ് ഉണ്ടാവുമല്ലോ, കുറേ സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ. എനിക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഞാനൊരു സ്വപ്നലോകത്ത് ജീവിക്കുന്ന ജീവിയാണ് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അപ്പം ഈ സ്വപ്നങ്ങളൊന്നും നടത്താതെ, അല്ലെങ്കിൽ പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ടാവല്ലോ. പെർഫെക്ഷൻ, അതാണ് മെയിൻ പ്രശ്നം അല്ലേ? എൻ്റെ മെയിൻ പ്രശ്നം അതായിരുന്നു, പെർഫെക്ഷൻ. ഈ പെർഫെക്ഷൻ നോക്കിയിരുന്ന് വർഷങ്ങളെടുത്ത് ഞാൻ ഇതുപോലൊരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട്, ചാനലും ഞാൻ 2025 ഒരു ജാനുവരിയിലൊക്കെ ആയപ്പോൾ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഞാൻ അതിലൊരു വീഡിയോ ഇടാൻ തീരുമാനിക്കുന്നത് ഡിസംബർ 31 ഇന്ന്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർഫെക്ഷനാണ് അതിൻ്റെ മെയിൻ കാരണം. പെർഫെക്ഷനാണ്. പിന്നെ എനിക്ക് മനസ്സിലായി, നമ്മൾ ഒത്തിരി പെർഫെക്ഷൻ നോക്കിയാലും പല കാര്യങ്ങളും നടക്കില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ നമ്മളെ പുഷ് ചെയ്യും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചാലും നടക്കില്ല. ചില ആഗ്രഹങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ പരിശ്രമിക്കണം എന്ന് പറയുന്ന പോലെ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പം അതൊക്കെ പരിശ്രമിക്കാൻ, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ വേണ്ട പിന്നെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയല്ലേ? അപ്പം അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ നടത്തണം. അപ്പോൾ അതറിയാതെ, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലൊക്കെ ആയിരിക്കുമല്ലോ നിൽക്കുന്നത്. എങ്ങനെ തുടങ്ങും, ഇത് സാധിക്കാൻ എങ്ങനെ, എന്ത് ചെയ്യും എന്നൊക്കെ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് ഒന്ന് ജസ്റ്റ് റിസർച്ച് ചെയ്ത് നോക്കാം എന്തൊക്കെ ചെയ്യാമെന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെയാണ് ഈ ചാനൽ. അതാണ് എൻ്റെ മെയിൻ എയിം. പിന്നെ നമ്മളല്ലാതെ എൻ്റെ കുറേ ട്രാവൽ വ്ളോഗ്, അല്ലെങ്കിൽ പിന്നെ എൻ്റെ കുറച്ച് അല്ലാതെ ഡെയിലി വ്ളോഗ്സൊക്കെ കാണും. എങ്കിലും കൂടുതലും ഞാൻ വ്ളോഗ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് നമുക്ക് സംസാരിക്കാം. അതാണ് നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ. അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അതാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, വെയിറ്റ്. നമ്മൾ ഇന്നത്തെ കണ്ടന്റ് ഇതൊന്നുമല്ല. എൻ്റെ ചാനലിനെ കുറിച്ച് പറയുന്നതൊന്നുമല്ല. ഇന്നത്തെ കണ്ടന്റാണ് 2025. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ, 2025 ഒരു കണ്ടന്റോ? അതേ, കണ്ടന്റാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ലൈഫിൽ നടന്ന ഈ 2025 പെട്ടെന്ന് ഓടിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ടാവും. എങ്കിലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊരു കണ്ടന്റ് അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ 2025 ഒരു കണ്ടന്റ് തന്നെയാണ്. നമ്മൾ 2026 പ്ലാനിങ്ങിലായിരിക്കും. അതായത് എത്ര 12 മുന്തിരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വിഷൻ ബോർഡ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ, ഡെയിലി റുട്ടീൻ എന്തൊക്കെ വേണം, രാവിലെ എണീക്കണം, അങ്ങനെ കുറേ പ്ലാനിങ് ഒക്കെ നടത്തിയിട്ടുണ്ടാവും അല്ലേ? അതിനൊക്കെ മുമ്പ് ഈ പ്ലാനിങ് എല്ലാം നമ്മൾ 2025 നടത്തിയതാ. എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? പല കാര്യങ്ങളും പെൻഡിങ് അല്ലേ? അപ്പം നമുക്ക് 2026 പ്ലാനിങ്ങിന് മുമ്പ് 2025 ഒന്ന് റിമൈൻഡ് ചെയ്യാം. ഇപ്പം എനിക്ക് നിങ്ങളുടെ കാര്യങ്ങൾ എനിക്കറിയില്ല, എൻ്റെ കാര്യങ്ങൾ ഞാനൊന്ന് റിമൈൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് റിമൈൻഡ് ചെയ്യാം. അതായത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളും ഒരു നോട്ട്ബുക്കൊക്കെ എടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് ഇരുന്നൊന്ന് ചിന്തിക്കും, എന്തൊക്കെ കാര്യങ്ങൾ ഈ 2025 ഉണ്ടായിട്ടുണ്ട് എന്നൊന്ന് ചിന്തിക്കും അല്ലേ? അത് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുള്ള വർഷമായിരിക്കാം, ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള വർഷമായിരിക്കാം, ഒരുപാടില്ലെങ്കിലും 1-2 നേട്ടങ്ങളെങ്കിലും ഉണ്ടായിട്ടുള്ള ഒരു വർഷമായിരിക്കാം. പിന്നെ കുറേ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, കുറേ സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, കുറേ പേര് പരിചയപ്പെട്ടിട്ടുണ്ടാവും, കുറേ പേര് നമ്മളെ ചതിച്ചിട്ടുണ്ടാവും, കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, പിന്നെ കുറേ പേര് നമ്മളെ കുറേ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ ഈ 2025? എല്ലാം ഓർത്ത് വെക്കണം കേട്ടോ. അതൊരു നോട്ട് ഡൗൺ ചെയ്യണം. അതായത് എന്തൊക്കെ മിസ്റ്റേക്കുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് 2025. അതുപോലെ തന്നെ എന്തൊക്കെ പാഠങ്ങൾ നമ്മൾ 2025 പഠിച്ചു എന്നുള്ളതും കൂടെ നമ്മളൊന്ന് നോട്ട് ഡൗൺ ചെയ്യണം. കാരണം അതെല്ലാം നമുക്ക് 2026 ആവശ്യം വരുമെന്നേ.
വിഷൻ ബോർഡ് മേക്ക് ചെയ്യാൻ ഒക്കെ നമുക്ക് ശ്രമിക്കാം. കാരണം ഞാൻ എൻ്റെ വിഷൻ ബോർഡിലൊരു 2025 വിഷൻ ബോർഡിലെ ലാസ്റ്റ് ഡ്രീമാണ് യൂട്യൂബ് ചാനൽ. അത് ഞാൻ സക്സസ് ആക്കി. അത് മീൻസ് ഞാനത് തുടങ്ങി. ഈ യൂട്യൂബ് ചാനൽ സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളതല്ല, ഞാൻ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു. അതാണ് മെയിൻ കാര്യം. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് റിമൈൻഡ് ചെയ്യാം. ഇനി എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഡ്രീംസ് ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നൊക്കെ ഒന്ന് ഓർത്ത് നോക്കാം. എനിക്ക് 2025 എൻ്റെ ജീവിതത്തിൽ എനിക്ക് മോശപ്പെട്ട വർഷമാണ് 2025. ഒരിക്കലും എനിക്കിനി ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വർഷം. ഒരു ഏറ്റവും വലിയ നഷ്ടം എൻ്റെ ലൈഫിൽ, എനിക്ക് ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായ വർഷമാണ് 2025. ഇനി ഒരിക്കലും ആ നഷ്ടം നികത്താൻ പറ്റില്ല. ആരൊക്കെ എൻ്റെ ലൈഫിൽ വന്നാലും അതൊരിക്കലും ആ നഷ്ടം മാറില്ല. അങ്ങനെയുള്ളൊരു നഷ്ടം ഉണ്ടായ വർഷമാണ് 2025 എനിക്ക്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാം. നന്ദി പറയാൻ എനിക്ക് 2025 ഒന്നുമില്ല. എന്നാൽ എനിക്ക് ദേഷ്യം തോന്നുന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ 2025 ഒന്ന് റിമൈൻഡ് ചെയ്യാൻ പോവാം. എൻ്റെ ഒപ്പം നിങ്ങളെ റിമൈൻഡ് ചെയ്യും. അപ്പം എൻ്റെ 2025 എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, January 1 യൂണിവേഴ്സിറ്റി എക്സാം പീരീഡ്സ് ആയി. ഡിസംബർ 31 രാത്രി ഞാൻ പീരീഡ്സ് ആയി. January 1 എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ട്. സോ ഭയങ്കര ശോകമായിരുന്നു. നല്ല നടുവേദന ഉണ്ടായിരുന്നു, വയറുവേദന ഉണ്ടായിരുന്നു, ലൂസ് മോഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ എക്സാം ഹാളിൽ പോയി. ബാക്ക് പെയിൻ ഭയങ്കരമായിരുന്നു. അങ്ങനെ കുറേ നേരം ഇരുന്ന് ബാക്കിലൊക്കെ ഇട്ട് ഇടിച്ചു. അങ്ങനെ ഇരുന്ന് എക്സാം എഴുതി. എക്സാം ഞാൻ പാസ്സായി. പക്ഷേ അങ്ങനെ ഇരുന്ന് എഴുതിയത് എക്സാം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഫസ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് പനി പിടിച്ചു. നല്ല പനിയായിരുന്നു. ഹോസ്റ്റലിലായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ വൈറ്റമിൻ ഡി കുറഞ്ഞിട്ട് കാലും കൈയൊക്കെ വേദന. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കാലും കൈയൊക്കെ വേദന വരും. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. കുറേ നാൾ വീട്ടിൽ റെസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് ഞാനും അച്ഛനും കൂടെ കുറേ വീടൊക്കെ ക്ലീൻ ചെയ്തു, പെയിൻ്റ് അടിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. കാരണം ക്ലാസ്സൊക്കെ തീരാറായി, പഠിത്തമൊക്കെ തീരാറായി. അപ്പോൾ എന്നിട്ട് അച്ഛന് കുറേ വാഗ്ദാനങ്ങളാണ്. ജോലി മേടിക്കും, നമുക്ക് ഈ നാട് വിട്ട് പോകാം, നമുക്ക് ഈ നാട്ടിൽ നിൽക്കണ്ട. അച്ഛൻ ഓക്കെ, നമുക്ക് പോകാം മോളെ, നമുക്ക് ഇവിടുന്ന് പോകാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാം സെറ്റായിട്ടൊക്കെ നിന്നു. പക്ഷെ എനിക്കിങ്ങനെ അസുഖങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരുന്നു. അപ്പോഴേ എന്നോട് എല്ലാവരും പറഞ്ഞു, നിനക്ക് ഈ 2025 അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ നടന്നു. ഒരു ഏപ്രിലല്ല, ഒരു ഫെബ്രുവരി ടൈമൊക്കെ ആയ സമയത്ത് ഞാൻ ഹോസ്റ്റലിലായിരുന്നു. എനിക്കൊരു കോള് വന്നു. എനിക്ക് കോള് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ പറഞ്ഞു അച്ഛനിങ്ങനെ ഓർമ്മക്കുറവൊക്കെ പോലെ, അച്ഛനിങ്ങനെ ചിന്തിച്ചൊക്കെ ഇരിക്കുന്നു. ഞാൻ വിചാരിച്ചു അച്ഛന് ഡിപ്രഷനാണ്. അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ലാത്ത ഒരാളാണ് എൻ്റെ അച്ഛൻ. ഞാൻ ഡിപ്രഷനാണ് കരുതി. പക്ഷേ ഡിപ്രഷൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കാണിക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ചേച്ചിയും ചേട്ടനും ഒക്കെ കൂടെ ഹോസ്പിറ്റലിൽ കാണിച്ചു. ഹോസ്പിറ്റലിൽ കാണിച്ച സമയത്ത് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല. അങ്ങനെ ജസ്റ്റ് അവർ പറഞ്ഞു നമുക്ക് ഒന്ന് MRI എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ MRI എടുത്തു. ഈ സമയത്തൊന്നും ഞാൻ ഇവിടെ ഇല്ല, ഞാൻ ഹോസ്റ്റലിലാണ്. ഞാൻ തൊടുപുഴയിലായിരുന്നു പഠിച്ചത്. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അപ്പം MRI എടുത്തു. എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ കോളേജിലിരുന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു അച്ഛൻ മെഡിക്കൽ കോളേജിലാണ്, കോട്ടയം മെഡിക്കൽ കോളേജിലാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ അയ്യോ എന്താ പറ്റിയേ? അപ്പം എല്ലാവരും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എങ്കിലും എന്നെ അച്ഛൻ തന്നെ കോൾ എടുത്തത്. അച്ഛൻ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല മോളെ എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് എന്നിട്ടും സമാധാനമൊന്നും കിട്ടിയില്ല. മിസ്സിനോട് പറഞ്ഞിട്ട് ഞാൻ നേരെ വന്നു, മെഡിക്കൽ കോളേജിലോട്ട് വന്നു. തൊടുപുഴയിൽ നിന്ന് കോട്ടയം വരെ വരാൻ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അങ്ങനെ വന്നു. ഞാൻ വന്നപ്പോഴത്തേക്ക് എല്ലാവരും ICUവിൻ്റെ ഫ്രണ്ടിലിരിക്കുക. ഞാൻ ചോദിച്ചു അച്ഛൻ എവിടെ? എന്നെ ഉച്ചയ്ക്ക് വിളിച്ച മനുഷ്യനാണ്. അപ്പോൾ പറയാം അച്ഛൻ ICUവിലാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ എന്താ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ഡൗൺ ആയിട്ട് അങ്ങനെ ഇരുന്നു, അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ വെളിയിലിറങ്ങി കണ്ടു. ഞാൻ അച്ഛനെ എന്തോ MRIയോ CT സ്കാനോ എടുക്കാൻ പോയപ്പോൾ. അപ്പോൾ അച്ഛൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്കൊരു ആശ്വാസം. എന്നിട്ട് ഞാൻ വെളിയിൽ കയറിയപ്പോൾ അമ്മ എന്നെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, എനിക്കിപ്പോഴും ആ ഒരു കാര്യം ഓർമ്മയുണ്ട്. ഞാനിത് എന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 റിമൈൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ റിമൈൻഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ്റെ ട്യൂമറുണ്ട്, അതായത് 4 എണ്ണം ഉണ്ട് തലയിൽ. അപ്പോൾ ഞാൻ അത് ക്യാൻസർ ട്യൂമറാകാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഞാൻ കാരണം ഞങ്ങളുടെ ഫാമിലിയിൽ കുറേ ക്യാൻസർ പേഷ്യൻസ് ഉള്ള ആൾക്കാരാണ്. ഞങ്ങളതെല്ലാം കണ്ട് വളർന്നവരാണ്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു.
ഞങ്ങൾക്ക് അപ്പോഴത്തേക്ക് ഞാനങ്ങ് ഡൗൺ ആയി. മീൻസ് അമ്മ ഈ ട്യൂമർ ഉണ്ട്, ക്യാൻസർ ട്യൂമർ ആകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡൗൺ ആയി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ കുറേ ഫ്രണ്ട്സിനെ എന്നെ വിളിച്ച് എന്നെ സമാധാനിപ്പിച്ച, എൻ്റെ കൂടെ നിന്ന് കുറേ ഫ്രണ്ട്സിനെ, അതാണ് ഞാൻ പറഞ്ഞത്, കുറേ പേരെ മനസ്സിലാക്കാൻ പറ്റിയൊരു വർഷമാണ് എനിക്ക് 2025 എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ചെയ്യണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങളൊരു മെയ് വരെ, ഒക്ടോബർ വരെ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. മെയ് വരെയും ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. അതായത് ഫെബ്രുവരി തൊട്ട് മെയ്യിൽ വരെയും ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. സർജറി ഉണ്ടായിരുന്നു അച്ഛൻ്റെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ബിലീവേഴ്സിലോട്ട് പോയി. അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. 2025 എനിക്കൊരു ഓട്ടമായിരുന്നു. അങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. അവസാനം ഒരു മെയ് 18 ആയപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് പോയി. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരിക്കലും ഇനി തിരിച്ച് കിട്ടാത്തൊരു നഷ്ടം എന്ന് പറയുന്നത് 2025 എനിക്ക് വന്ന ഏറ്റവും വലിയ നഷ്ടം ഇതായിരുന്നു. 2025 റിമൈൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഇത് ഓർത്തേ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു ട്രോമയിലൂടെ ഇങ്ങനെ ആ ട്രോമ ഇനി മാറില്ല. നമ്മൾ എപ്പോൾ ചിന്തിച്ചാലും എപ്പോൾ ഇരുന്നാലും എപ്പോൾ സംസാരിച്ചാലും ആ ഒരു ട്രോമ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് ഞാൻ പറയുമ്പോൾ ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ എൻ്റെ 2025 ആണ് റിമൈൻഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിമൈൻഡ് ചെയ്യാം. അപ്പം ഞാൻ ഇങ്ങനെ പോയി. പിന്നെ ക്ലാസ്സിന് പോയി. എക്സാം ഒക്കെ കഴിഞ്ഞു. ഒരു ഒക്ടോബർ ഒക്കെ ആയപ്പോഴത്തേക്ക് റിസൾട്ട് വന്നു. പാസ്സായി. PB LLB കംപ്ലീറ്റ് ചെയ്തു. കോഴ്സ് കംപ്ലീഷൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് കോൺവക്കേഷൻ സെറമണിയൊക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ. അന്നേരമൊക്കെ അമ്മയൊക്കെ കൊണ്ടുപോയി. അത് കഴിഞ്ഞു. പിന്നെ കുറേ നാളിപ്പോൾ ഡിസംബർ 31 ഞാൻ ജോലിക്കൊന്നും പോയില്ല. ജോലിയൊന്നും കിട്ടിയില്ല. അൺഎംപ്ലോയിഡാണ്. ഇങ്ങനെ ഇരിക്കുകയാണ് വീട്ടിൽ. അപ്പം ഇങ്ങനെ വീട്ടിലിരുന്നപ്പം 2025 ഡ്രീമെല്ലാം അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞില്ല. എൻ്റെ ഡ്രീം ജോലിക്ക് പോകാന്നുള്ള ഡ്രീം ഞാൻ അപ്പം എഴുതിയിട്ടില്ലായിരുന്നു. പാസ്സാവണം, പിന്നെന്താ യൂട്യൂബ് ചാനൽ തുടങ്ങണം, പാസ്പോർട്ട് എടുക്കണം, ഇതൊക്കെയായിരുന്നു എൻ്റെ ഡ്രീം. പാസ്പോർട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. ഇത് 2026 ഉള്ളിലെങ്കിലും അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ 2025. ഇത്രയേ ഉള്ളായിരുന്നു എൻ്റെ 2025. ഇത്രയേ ഉള്ളൂ എന്ന് ഇപ്പം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ കടന്നു പോയപ്പോൾ അത് ഒത്തിരി വലുതായിരുന്നു, ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിലുണ്ടായിട്ടുണ്ടാവില്ലേ. പിന്നെ കുറേ ആൾക്കാരുടെ കയ്യിൽ നിന്നും കുറേ മനുഷ്യരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി 2025. ഒത്തിരി മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റി. മീൻസ് നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ കിടന്നപ്പോൾ ഒരുപാട് പേര് ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യർ എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഒരു പരിചയമില്ലാത്ത, ഇതുവരെ കണ്ടിട്ട് മീൻസ് നേരത്തെ ഒന്നും കണ്ടിട്ടില്ലാത്ത മനുഷ്യർ, അവർക്ക് അവരുടെ കൂടെയൊക്കെ ഇരുന്ന് സംസാരിക്കാൻ പറ്റി. പിന്നെ നമ്മൾ പൊതിച്ചോറൊക്കെ മേടിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുക, എന്നിട്ട് അതൊക്കെ ഒന്നിച്ചിരുന്ന് കഴിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ കുറേ നേഴ്സുമാർ, ഡോക്ടേഴ്സ്, ഇവരൊക്കെ കാരണം ഞങ്ങളത്രയും ഡൗൺ ആയി പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ നിന്ന് കുറേ പേരുണ്ട്. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ്, ഈവൻ ഞാൻ ഈ 2025 ഞാൻ ഓർക്കേണ്ട എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അതായത് എനിക്ക് അറിയില്ലായിരുന്നു അത്രയും ഒരു സ്നേഹമൊക്കെ അവർക്ക് എന്നോട് ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പ്രൊജക്റ്റിലായിക്കോട്ടെ പല കാര്യങ്ങളിൽ എന്നെ ഹെൽപ്പ് ചെയ്ത എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഞാൻ ഇപ്പോഴും എനിക്കൊരു നൈറ്റൊക്കെ ആകുമ്പോൾ 2 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് കരച്ചിലൊക്കെ വരും. അപ്പോൾ ഞാനിങ്ങനെ വിളിക്കുമ്പോൾ പറയടി എന്ന് പറഞ്ഞിട്ട് കേട്ടോണ്ടിരിക്കുന്ന എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. കാരണം എനിക്ക് ചിലരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ എനിക്ക് ഒരാശ്വാസം കിട്ടത്തുള്ളൂ. അങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ 2025 അറിഞ്ഞ കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡിപ്രഷൻ, ആൻസൈറ്റി, പാനിക് അറ്റാക്ക്, പിന്നെന്താ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, റീൽസിലൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് വന്ന സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് റിമൈൻഡ് ചെയ്ത് നോക്കി, ഒന്ന് സെർച്ചൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിതൊക്കെ തന്നെ വന്നേ. പിന്നെ ഒരു കൗൺസിലിംഗ് ചെയ്തു. അപ്പോൾ ഒന്ന് ഓക്കെ ആയി വരുന്നു. എങ്കിലും ഇപ്പോഴും ഇടയ്ക്കൊക്കെ രാത്രി ഒക്കെ എണീറ്റിരുന്ന് കരയാറൊക്കെയുണ്ട്, വിഷമിക്കാറൊക്കെയുണ്ട്. ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, നമുക്ക് ജോലിയൊക്കെ ഉണ്ടെങ്കിലും ചില കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത വിധം നമ്മൾ ഡൗൺ ആയി പോകുമല്ലോ ചില സിറ്റുവേഷൻസ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2025 എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര മോശം വർഷം. എങ്കിലും ഈ 2026 എങ്കിലും ബെറ്റർ ആകുമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങ് ജീവിക്കുന്നു. അത്രയല്ലേ പറ്റുള്ളൂ. വരാനിരിക്കുന്നതൊക്കെ നല്ലതാവട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പിന്നെ കുറേ മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് 2025. എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടാവും, എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. 2026 നമുക്ക് പ്ലാൻ ചെയ്യാം. അതായത് കുറേ റൂൾസ് ഒക്കെ മേക്ക് ചെയ്യാം. 2025 ഒക്കെ റിമൈൻഡ് ചെയ്തില്ലേ.
അത് 2025 ഒത്തിരി മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതൊന്നും 2026 ആവർത്തിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം, അത്രയല്ലേ ഉള്ളൂ, അത്രേ പറയാൻ പറ്റും. പിന്നെ നല്ല വർഷമായിരിക്കുമോ എന്നൊന്നും അറിയില്ല. പിന്നെ വരാനുള്ളത് എന്തായാലും വരും എന്ന പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. കാരണം പെട്ടെന്ന് അപ്രതീക്ഷിതമായ കാര്യങ്ങളായിരുന്നു എനിക്ക് 2025 ഉണ്ടായത്. 26 എന്ന് എന്തുകൊണ്ടാണ് വരുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ വെയിറ്റിംഗ് ആണ് 26ലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ റൂൾസ് മേക്ക് ചെയ്യാന്ന് പറഞ്ഞില്ലേ, എന്തൊക്കെയാ റൂൾസ്? ഞാൻ മേക്ക് ചെയ്തിട്ടുള്ള കുറച്ച് റൂൾസ് പറയാം. എന്നെ വിളിക്കുന്നവരെ ഞാൻ തിരിച്ച് വിളിക്കും. അതായത് ഞാൻ വിളിച്ചാൽ ഒന്ന് ഫോൺ എടുക്കുന്നവര്, അല്ലെങ്കിൽ വല്ലപ്പോഴെങ്കിലും എന്തായാലും സുഖമല്ലേ എന്നെങ്കിലും ചോദിക്കുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ, അവരെ ഞാൻ തിരിച്ചു വിളിക്കത്തുള്ളൂ. പിന്നെ എന്നെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, അവരെ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, അവരെ ഞാനും തിരിച്ച് റെസ്പെക്റ്റ് ചെയ്യും. അല്ലാതെ വയസ്സിന് മൂത്തവരാ എന്നുണ്ടൊന്നും ഞാൻ റെസ്പെക്റ്റ് ചെയ്യില്ല. എനിക്കൊരു റെസ്പെക്റ്റ് തരുന്ന ആൾക്കാരെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യും. പിന്നെന്താ, നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചില്ലേ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് പറഞ്ഞപ്പോൾ തന്നെ നിന്നെക്കൊണ്ട് പറ്റും, നിന്നെക്കൊണ്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ചാൻസ് എല്ലാവർക്കും ഉണ്ടാവും. എനിക്കുണ്ട് അങ്ങനെ കുറച്ച് പേര്. അങ്ങനെ പറഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്ത കുറേ പേരുണ്ട്. അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ അവരുടെ കൂടെ നിൽക്കും. 26 എൻ്റെ മെയിൻ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ്, അതൊക്കെ ആയിരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 ഞാൻ അത് കുറച്ച് മറന്നുപോയി. 24 എൻ്റെ സെൽഫ് ലവും സെൽഫ് റെസ്പെക്റ്റും ഒക്കെ ഉള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷെ 25 ഞാൻ അതൊക്കെ കുറച്ച് മറന്നുപോയി. 26 അങ്ങനെ ആയിരിക്കില്ല. നല്ല സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും ഉണ്ടായിരിക്കും. എന്നെ ഞാൻ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ആര് സ്നേഹിക്കാനാണേ? നിങ്ങൾക്കും അതുണ്ടാവണം. അതായത് സെൽഫ് ലവ് എന്ന് പറയുന്ന സാധനം വേണം. നിങ്ങളെ നിങ്ങൾക്കേ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ വേറെ ആർക്കും നിങ്ങളെ സ്നേഹിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ഇമോഷൻസിൻ്റെ കീ ഇല്ലേ, അത് വേറെ ആളുടെ കൈ കൊടുക്കാതിരിക്കാം. അവർ സന്തോഷിച്ചാൽ നമ്മൾ സന്തോഷിക്കും, അവർ സങ്കടപ്പെട്ടാൽ നമ്മൾ സങ്കടപ്പെടും. എന്തിനാ? നിനക്ക് സ്വന്തമായിട്ട് സങ്കടവും സന്തോഷവും ഒന്നുമില്ലേ? അപ്പം നിനക്ക് അതൊക്കെ വേണം. അപ്പം ഇമോഷൻസിൻ്റെ കീ ഒന്നും മറ്റുള്ളവരെ എത്തിക്കാതിരിക്കുക. അങ്ങനെ കുറച്ച് റൂൾസൊക്കെ ആയിട്ടാണ് 26 കടക്കാൻ പോകുന്നത്. പക്ഷെ ഇതൊന്നും നടക്കുമോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ സ്വഭാവത്തിൽ ഞാനിതെല്ലാം മറന്നു പോകും. എങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. നിങ്ങൾ ശ്രമിക്കണം. പിന്നെ നമുക്ക് വിഷൻ ബോർഡ് മേക്ക് ചെയ്യാം കേട്ടോ. 26 എന്തായാലും വിഷൻ ബോർഡ് മേക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ കൂടെ വിഷൻ ബോർഡ് മേക്ക് ചെയ്യും. അതൊക്കെ വെറുതെയാ, ചുമ്മാ എന്നൊക്കെ പറയുന്നവരുണ്ടായിരിക്കും. പക്ഷെ എനിക്കത് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ 25 വിഷൻ ബോർഡ് മേക്ക് ചെയ്തു. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, പാസ്പോർട്ട് മാത്രം ഞാൻ എടുത്തില്ല, ബാക്കിയെല്ലാം എൻ്റെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നേ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും. നമുക്ക് നടക്കുമോ നടക്കത്തില്ലെന്ന് പിന്നെ നോക്കാമേ. എന്തായാലും വിഷൻ ബോർഡ് മേക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ജനുവരി 1 വിഷൻ ബോർഡ് മേക്ക് ചെയ്യാം. ആ ഒരു വീഡിയോ ഞാൻ ഇടാം. കാരണം എനിക്ക് എൻ്റെ ഡ്രീംസ് വിഷൻ ബോർഡ് മേക്ക് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഞാൻ മേക്ക് ചെയ്യാനായിട്ടൊരു വീഡിയോ ഇടുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പറയാം. അതായത് നിങ്ങളുടെ ഡ്രീംസ് 26 നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട കുറച്ച് ആഗ്രഹങ്ങൾ ഉണ്ടാവുമോ, അതെല്ലാം ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യുക കേട്ടോ. എല്ലാം ഒന്ന് എഴുതി വെക്കാം. അതൊന്ന് എല്ലാം എഴുതി വെച്ചിട്ട് അതിന് സിമിലർ ആയിട്ട് അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്യുന്ന പിക്ക് കിട്ടും. നമുക്ക് പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പിൽ കിട്ടും. ആ ആപ്പിൽ നിന്ന് നിങ്ങൾ അതിന് റിലേറ്റ് ചെയ്യുന്ന പിക്ചർ എടുക്കുക. എന്നിട്ട് അതൊരു പ്രിന്റ് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് പ്രിന്റ് എടുക്കുക. നമ്മൾ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതൊരു കാർഡ്ബോർഡിൽ, നമുക്കിപ്പോൾ തൽക്കാലം അങ്ങനെയൊക്കെ മതി, അല്ലാതെ പ്രിന്റ് ചെയ്ത് വലിയ ഇതൊന്നും ആക്കി ഫ്രെയിം ഒന്നും ചെയ്ത് ഞാൻ വെക്കുന്നില്ല. ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് എടുക്കുക. എന്നിട്ട് കാർഡ്ബോർഡ് സ്ക്വയറിലാക്കിയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഒട്ടിക്കാം. അപ്പം നിങ്ങൾ ചെയ്തതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് വേണ്ട ആഗ്രഹങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്യുക, അതിനെ റിലേറ്റ് ചെയ്യുന്ന പിക്ക് പിൻട്രസ്റ്റ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ജനുവരി 1 വിഷൻ ബോർഡ് മേക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വരാനിരിക്കുന്ന 2026 നല്ലൊരു വർഷമാവട്ടെ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇങ്ങനെ വളരാൻ സംസാരിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്കൊക്കെ ബോറടിച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെ ഈ വീഡിയോ ചെയ്യുമ്പോൾ കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും, കുറേ സൗണ്ടൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ എഡിറ്റിംഗ് ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ അതേപോലെ ഇടുമായിരിക്കും വീഡിയോ ചെയ്യുന്നത്. അതൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായ കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ അതൊക്കെ ഒന്ന് സഹിക്കുക. അത്രയല്ലേ ചെയ്യാൻ പറ്റും. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വരാനിരിക്കുന്ന 2026 എല്ലാവർക്കും നല്ലതിനാവട്ടെ.
നല്ലതാവട്ടെ. ഇതുവരെ സംഭവിച്ചതെല്ലാം നല്ലതാവട്ടെ. ഇനി അപ്പം സംഭവിക്കാൻ പോകുന്നതും നല്ലതാവട്ടെ എന്ന് തന്നെ പറയാം. എല്ലാം വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അതൊന്നും ഇല്ലെങ്കിൽ ലൈഫ് ആവത്തില്ല. അപ്പം എല്ലാം ഉണ്ടാവും. എല്ലാം നമുക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം അതുമായിട്ട് നമുക്ക് അങ്ങ് മുന്നോട്ട് പോകാം. അപ്പോൾ ഓക്കെ, എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അടുത്ത വീഡിയോ വിഷൻ ബോർഡാണ്. എല്ലാവരും അപ്പോൾ റെഡി ആയിട്ടിരിക്കണം. നമുക്ക് മേക്ക് ചെയ്യാം, വിഷൻ ബോർഡ് മേക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.